ഇപ്പോഴും വിഷു വന്നാൽ ഹരിശ്രേഷ്ഠൻ ചേട്ടൻ ഇല്ലാതെ ഞങ്ങൾക്കൊരു വിഷു ഇല്ല. വിഷു ആ പടം കാരണം ഞാൻ കുറേ രാജ്യങ്ങളിൽ പോകാൻ പറ്റി. വിഷുവിനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് ഇനി സീരിയസ് റോളുകൾ മാത്രം പിടിക്കും എന്നാണോ? ഇപ്പൊ എഴുന്നേറ്റ് ആദ്യം പ്രയർ ചെയ്യണം, ഒരു നല്ല തമാശ പടം വരണേ. അന്ന് കിടന്ന് ഉറങ്ങുമ്പോഴും പറയും പ്രയർ ചെയ്യണം, ഒരു നല്ല തമാശ പടം കിട്ടണേ. എനിക്ക് തോന്നുന്നൊരു 300 മുട്ടയോളം ഒരു ദിവസം പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് പടം വന്നപ്പോൾ ആ സീനില്ല. പടം ഫസ്റ്റ് ഡേ തന്നെ ഹിറ്റാണല്ലോ പടം, പഞ്ചാബി ഹൗസ്. ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും അത് ഇട്ടൂടെ. വേറൊരു വാർത്ത അത് കഴിഞ്ഞിട്ട് വന്നതെന്താണെന്നറിയോ? മമ്മൂക്ക എത്തിയിട്ടാണ് ഇവരുടെ തർക്കം. സത്യത്തിൽ നമ്മള് ബിഗ് ബോസ് എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. നമ്മൾ സൈക്കോളജിക്കലി ഭയങ്കരമായിട്ട് നമ്മുടെ പേഷ്യൻസ് ആണെങ്കിലും ശരി, നമ്മുടെ ഇമോഷണൽ ലെവൽ ആണെങ്കിലും ശരി, വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് വഴക്കിട്ട് അപ്പുറത്തെ റൂമിലേക്കൊക്കെ പോയിരിക്കും. അവിടെ വഴക്കില്ലേ? വഴക്കുണ്ട്, പക്ഷെ റൂമിൽ പോയിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വഴക്ക് കാണുന്നു ഡെയിലി. ഞാൻ ഇന്നലെ രാത്രി എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ അപ്പം നന്നായിരുന്നു പറഞ്ഞു. റഹ്മാന്റെ പടമായോണ്ട് നിർബന്ധമായിട്ടും എഫേർട്ട് എടുക്കണം. ദുൽഖർ സൽമാനായിട്ടുള്ള സൗഹൃദം, മിസ് യു എന്നൊക്കെ പറഞ്ഞ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ഒരു സൗഹൃദം, അതിപ്പോഴും അങ്ങനെ കീപ്പ് കാണുമ്പോഴും പറയും ഇങ്ങനെ മെസ്സേജ് എന്താ വേണ്ടത്? ഞങ്ങളിടയ്ക്ക് മിസ് ചെയ്യൂ, മിസ്യുടാ, തിരിച്ചു മിസ് യു. എവിടെയല്ലേ ഭക്ഷണം കഴിച്ചു? വോട്ട് ചെയ്തിട്ടില്ല. എന്റെ വിലപ്പെട്ട 2-3 വോട്ടുകളോട് കൂടി ഇരിക്കുന്നത്. വോട്ട് ചെയ്തിട്ടില്ല ചേച്ചി? ഞാൻ വോട്ട് ചെയ്തിട്ട് അറിയാൻ പറ്റും, അറിയാൻ പറ്റില്ലല്ലോ. എന്നാ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്യാരക്ടർ ചെയ്യണ ആൾക്ക് കാറായിട്ട് വന്ന ക്യാരക്ടർ ഉണ്ട്. എന്നിട്ട് പിന്നെ അഭിനയൊക്കെ പിന്നെ അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞ എന്റെ കാറുണ്ട്, കാറാൻ ബസ്സിനുള്ള കാശ് പോലും കൂട്ടാൻ ഓടിച്ചിട്ടാ വന്നത്. ടർക്കിഷ് തർക്കം എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇതിന്റെ ആദ്യം ഒരു പോസ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് വലിയ രീതിയിൽ അത് ചർച്ചയാവുന്നു, വാർത്തയാവുകയൊക്കെ ചെയ്യുന്നായിരുന്നു. അതായത് ലുക്മാൻ തമ്മിലൊരു തർക്കമുണ്ട്, അതുപോലെ ഒരു അടി നടക്കുകയാണ് സെറ്റില് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു വാർത്ത വന്നിരുന്നു. ശരിക്കും ഒരു പ്രൊമോഷൻ ആണെങ്കിൽ അത് വേറെ രീതിയിലല്ലേ അത് ശരിക്കും വാർത്തയായിട്ട് വന്നത്? ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. സത്യത്തില് അന്നെന്താ വെച്ചാല് നമ്മളൊരു സിനിമ അന്ന് ഇത് കുറച്ച് മുന്നേ ആണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സിനിമ ചെയ്യുന്നു, അതിന്റെ അതെങ്ങനെ ആളുകൾക്ക് എത്താന്നുള്ള പല രീതിയിൽ ആലോചിക്കുന്നു. ആ സമയത്ത് ഞാനും ലുക്കും കൂടെ പടം പറഞ്ഞിട്ടാണ് അങ്ങനെ വാർത്തുന്നത്. അത് ഞങ്ങളും പിന്നീട് അത് ആലോചിച്ചപ്പോൾ ശരിക്കും അതൊരു നല്ല രീതി ആയിരുന്നില്ല ആക്ച്വലി. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം, പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുണ്ടായ അവരെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ ആളുകളെ അറിയിക്കാന്നുള്ള പ്രഷറിൽ അങ്ങനെ ഉണ്ടായതാണ്. പക്ഷെ അതിന്റെ വേറെ സൈഡ് നോക്കുമ്പോൾ സിനിമ ആളുകൾ അന്ന് ടർക്കിഷ് തർക്കം എന്നുള്ള സിനിമ വാർത്ത അത് കഴിഞ്ഞിട്ട് വന്നെന്താണെന്നറിയോ? മമ്മൂക്ക എത്തിയിട്ടാണ് ഇവരുടെ തർക്കം. അത് വേറെ ചാനലിൽ ചെയ്തതാണ്, അങ്ങനെ ഉണ്ടാക്കിയതാ. വേറെ ചാനൽ. അതും പിന്നെ നമ്മുടെ കയ്യിലായിരുന്നില്ല. ചിലത് അങ്ങനെയല്ലോ, ചിലത് നമ്മുടെ കൈ വിട്ട് പോകും. അപ്പൊ അങ്ങനെ അത് അങ്ങനെ പോയി. അത് ശരിക്കും മമ്മൂക്ക എത്തിയത് പോസ്റ്റർ നമുക്ക് അവിടെ ബ്രഹ്മയുഗം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒറ്റപ്പാലത്ത് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നടന്നായിരുന്നു. അപ്പം നമുക്ക് അവിടെ തൊട്ടടുത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ബ്രഹ്മയോഗം. അപ്പൊ അവിടെ ഫസ്റ്റ് ലുക്ക് അങ്ങനെ റിലീസ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞ ഒരു കൂട്ടയടിയാണ് നമ്മൾ ട്രെയിലറിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. അടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായ അടി, എല്ലാവരും അടിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അടി നടക്കുമ്പോൾ ഭയങ്കര നാച്ചുറലായി തോന്നുന്ന ഒരു തല്ലാണ് ശരിക്കും ട്രെയിലറിൽ കാണുന്നത്. ഇങ്ങനെ ഒരു നാച്ചുറൽ സംഭവിക്കുമ്പോൾ എന്തായാലും മാറി തല്ലിയിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം ഇല്ലേ? മനസ്സിലായില്ല. എങ്ങനെ നാച്ചുറലായിട്ട് ഇങ്ങനത്തെ ഒരു തല്ല് നടക്കുമ്പോൾ റിയലി അടി കൊള്ളാൻ സാധ്യതയില്ലേ? അടി കൊണ്ടിട്ടുണ്ട്, അടി കൊണ്ടിട്ടുണ്ട്, അടി കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ കാരണം നാച്ചുറൽ അടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു എയിമില്ല, മാസ്റ്റർ ഉണ്ടാവില്ല ചിലപ്പോൾ അതിന്. ഉണ്ടെങ്കിൽ തന്നെയും ക്രൗഡ് എല്ലാം കൂടി കയറാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോകും, അവരും ഇതും പോവും, നമുക്കും കൊണ്ടിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട്. ശരിക്കും ഹരിശ്രീ ചേട്ടൻ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ളത് ഒരു കരഞ്ഞുകൊണ്ട് ഞങ്ങളെ ചിരിപ്പിച്ചിട്ടുണ്ട് ചേട്ടൻ. പക്ഷെ ചിലപ്പോ കോമഡി കാണിച്ചുകൊണ്ട് ചേട്ടൻ ചിരിപ്പിച്ചിട്ടുണ്ടല്ലോ, കരഞ്ഞുകൊണ്ട് ഞങ്ങളെ ചിരിപ്പിച്ചിട്ടുണ്ടല്ലോ. ചേട്ടൻ ചിലത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചിരിപ്പിക്കില്ലേ? അത് കരച്ചിൽ തന്നെ കോമഡി ആക്കാറുണ്ട്. ചേട്ടൻ്റെ ഒരു കരച്ചിലുണ്ട്, അത് കണ്ട് ഞങ്ങൾ ചിരിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ ചിരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത് ഞങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന ഒരു കരച്ചിലാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. മിന്നൽ മുരളിയൊക്കെ വന്നതിന് ശേഷം, മിന്നൽ മുരളിക്കൊക്കെ ശേഷം ഞങ്ങൾ കണ്ടിട്ടുള്ളത് അങ്ങനത്തെ ഒരു കരച്ചിലാണ്. ഇതിലും ചേട്ടന്റെ ഒരു കരച്ചില് കണ്ടിട്ടുണ്ടായിരുന്നു ആ ട്രെയിലറിന്റെ
ഒരു പോർഷനിൽ ശരിക്കും ചേട്ടൻ സിനിമയ്ക്ക് ശേഷം ഒരു ഇടവേള എടുക്കുന്നു, അതിനുശേഷം ചേട്ടൻ വരുന്നു. അപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് കുറച്ച് സീരിയസ് റോളിലുള്ള ഹരിശ്രീ അശോകനെയാണ്. ഇനി സീരിയസ് റോളുകൾ മാത്രം പിടിക്കും എന്നാണോ? കാരണം ഇവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും ചേട്ടൻ പലപ്പോഴും നർമ്മം പറയുന്ന ഒരാളാണ്. ഇനിയിപ്പോ ഒരു സീരിയസ് റോളുകൾ മാത്രം പിടിക്കുന്നു എന്ന നിലയിലേക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണിത്. കാരണം ഇപ്പോൾ രാവിലെ നമ്മൾ എഴുതിക്കുമ്പോഴല്ലോ ഒരു പ്രെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ എഴുന്നേറ്റ് ആദ്യം പ്രെയർ ചെയ്യണം, ഒരു നല്ല തമാശ പടം വരണേ. അന്ന് കിടന്ന് ഉറങ്ങുമ്പോഴും പറയും പ്രെയർ ചെയ്യാന്ന്, ഒരു നല്ല തമാശ പടം കിട്ടണേ. എവിടെ എത്ര കഥ വന്ന് പറഞ്ഞെന്നറിയാമോ? ഒരെണ്ണം നമുക്ക് വരുന്നില്ല. നല്ല തമാശ എന്നും പറഞ്ഞ് കഥ പറയും, നമുക്കതങ്ങ് ദഹിക്കണില്ല. അപ്പോൾ നമ്മൾ പടം ചെയ്യാതിരുന്നാലും കുഴപ്പമാണ്. കാരണം നമ്മളില്ല എന്നൊക്കെ തോന്നും. ഇപ്പോൾ വരുന്ന പടങ്ങളെല്ലാം ചെയ്യണേണ്. അപ്പോൾ കിട്ടുന്ന ഇങ്ങനെയുള്ള വേഷങ്ങളാണ് കൂടുതലും. തമാശകൾ കുറേ വന്ന് കഥകൾ പറഞ്ഞു, പക്ഷെ നല്ല തമാശകളായിട്ട് തോന്നിയില്ല എനിക്ക്. ശരിക്കും മലയാളത്തിലൊരു തമാശ പടങ്ങൾ കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, അത് വരാത്ത അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് തമാശ പടം എടുക്കാനായിട്ട്. സാധാ ഒരു കഥ എടുക്കുന്ന പോലെ അല്ല. അതിലൊരു ഷോട്ട് മിസ്സായ വർക്കൗട്ട് ആവില്ല തമാശ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത പല പടങ്ങളും ഇപ്പോൾ റാഫി മക്കാഡിയും പ്രിയൻ സാറ് സിദ്ദിഖ് ലാൽ എന്നൊക്കെ പറയുന്നൊരു കൂട്ടിട്ടുണ്ടായ സിനിമകളെല്ലാം ഹിറ്റാക്കാൻ കാരണം വെച്ചാൽ തമാശക്കൊരു നൊമ്പരം വേണം, ചെറിയൊരു നൊമ്പരം ആ ക്യാരക്ടേഴ്സിന്. അതില്ലെങ്കിൽ നിൽക്കില്ല മനസ്സിൽ. തമാശ വെറുതെ പറഞ്ഞു പോവാം. ഇപ്പോൾ നമ്മൾ ചാർലി ചാപ്ലിൻ്റെ പടങ്ങൾ കാണുമ്പോൾ തന്നെ അയാളുടെ ഒരു വേദനയാണല്ല തമാശകൾ. അപ്പം അങ്ങനെയുള്ള തമാശകൾ വരണം, അതാണ് ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ഈ തമാശയും അതുപോലെ കരച്ചിലിൻ്റെ ഒക്കെ പറയുമ്പോൾ ഇതിന് മുന്നേ ഒരു കരച്ചിൽ നമുക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം റാഫി ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, പഞ്ചാബി ഹൗസ് എന്ന സിനിമയിൽ രമണൻ കരയുന്ന ഒരു സീനെ മനഃപൂർവ്വം എടുത്തു മാറ്റുന്നുണ്ടായിരുന്നു. അത് എടുത്തു മാറ്റിയപ്പോൾ അന്നും ഇന്നും ചേട്ടൻ അതിലൊരു വിഷമം തോന്നിയിരുന്നു ആ ഒരു സീൻ പോയതിൽ. അത് ചെയ്ത് ഞാൻ ഡബ്ബിങ് കഴിഞ്ഞ് മദ്രാസിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ, മദ്രാസിലാണ് ഡബ്ബിങ് അതിൻ്റെ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സിദ്ദിഖും കൂടി, ഡയറക്ടർ സിദ്ദിഖും കൂടി സിദ്ദിഖിൻ്റെ ഓഫീസിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സരിത വിളിച്ചു. സരിതയാണ് മറ്റേ മോഹിനിക്ക് ഡബ് ചെയ്തത്, ഔമ ആയിട്ടുള്ളത്. വിളിച്ചിട്ട് ഞാൻ ഡബ് ചെയ്തു, ഒരു സീൻ ഡബ് ചെയ്തു, കുഴപ്പമില്ല എന്ന് പറയുന്നു സിദ്ദിഖ്. അന്ന് ചെയ്തു ഇവരൊരു ബെൽറ്റാണല്ലോ, ചെയ്തു കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞ്. പിന്നെ അതിലൊരു സീൻ ഞാൻ ഇങ്ങനെ കണ്ടു, ഹരിശ്രീ അശോകൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതേ ആളത്തിരിപ്പെടുന്നതിന് ഫോൺ തന്നെ എനിക്ക്. അങ്ങനെ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ അശോകൻ നന്നായിട്ടുണ്ട്, ഒരു അവാർഡ് കിട്ടിയ പോലെ ഇപ്പോൾ സരിതയൊക്കെ പറഞ്ഞപ്പോൾ. പിന്നെ എനിക്ക് ഉറക്കില്ല, കാരണം സരിതയല്ലേ പറഞ്ഞേക്കണം. നന്നായിട്ടുണ്ട്, ഭയങ്കര ഇമോഷണൽ ഒരു സീനായിരുന്നു അത്. ഞാൻ തന്നെ രാത്രി റാഫിനെ വിളിച്ചു മദ്രാസിലേക്ക്, ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നല്ല അഭിപ്രായം പറഞ്ഞു സരിത എന്ന് പറഞ്ഞ്. അത് പോകും, അതെടുത്ത് കളയും, ഇപ്പോൾ കട്ടായി. പിന്നെ എനിക്ക് ഉറക്കില്ല, കാരണം നമ്മൾ അന്ന് ഈ ഇമോഷണൽ സീനൊക്കെ അഭിനയിക്കാൻ കൊതിക്കുന്ന കാലഘട്ടമാണ്. തമാശ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാനത് പടം വന്നപ്പോൾ ആ സീനില്ല. പടം ഫസ്റ്റ് ഡേ തന്നെ ഹിറ്റാണല്ലോ പടം, പഞ്ചാബി ഹൗസ്. ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും അത് ഇട്ടൂടെ ഇനിയിട്ട് അശോകനെ കണ്ണു നോക്കുന്നു. അവർ പറഞ്ഞ മറുപടി വന്നു ലാല് ഇപ്പം പറഞ്ഞു, റാഫി പറഞ്ഞു. പക്ഷെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ത്രൂ ഔട്ട് ഹ്യൂമർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറിൻ്റെ ഒരു നൊമ്പരം കാണിച്ചാൽ അവിടെ ഡ്രോപ്പ് ആവും സിനിമ. അതാണ് അവർ പറഞ്ഞത്. സീൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവൻ സംസാരിക്കും, ദിലീപ് സംസാരിക്കുന്നു പറഞ്ഞിട്ട് ഇവനൊരു അടി അടിച്ചിട്ട് ആ വീട്ടിൽ ആ ചായ്പിൽ വെച്ച് നീ സംസാരിക്കലടാ എന്ന് പറഞ്ഞപ്പോൾ രമണ എന്ന് പറഞ്ഞ ഫുൾ സ്ക്രീനിലാണ് രമണ എന്ന് ലിപ്പ് മാത്രം. അപ്പോൾ ഞാൻ ഞെട്ടി. നീ എന്തിനാ അവൻ എന്നോട് എന്തിനൊന്ന് മറച്ചു വെച്ച് ഇവനെ കടലിൽ ചാടി ഇവനെ ഞാൻ രക്ഷപ്പെടുത്തിയല്ലേ എന്നുള്ളൊരു വേദനയുണ്ട്. ആ വേദനയിൽ ഈ വീടിൻ്റെ അകത്ത് ഒരു വരാന്ത പോലെ ഉണ്ട്, അവിടെ നിന്ന് കഞ്ഞി എടുത്തിട്ട് കുടിക്കാൻ പറ്റാതെ ഇങ്ങനെ കോരിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ എൻ്റെ പുറകിൽ വന്നിരുന്നു, കട്ടപ്പടിയിൽ വന്നിരുന്നിട്ട് ഒരു രമണ നിനക്കൊരു ദേഷ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ദേഷ്യപ്പെടും, ഞാൻ നിൻ്റെ ആരാണ്? സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കണാടാ ഈ രമണൻ. അപ്പോൾ വിചാരിക്കും ഞാൻ എന്തിനാ കൊടുക്കുന്നതിന് കഷ്ടപ്പെടും. എൻ്റെ മുതലാളി എന്നെ മരിക്കാതിട്ട് കുറച്ച് കഞ്ഞിവെള്ളം തന്ന ആളാണ് എൻ്റെ മുതലാളി. ആ മുതലാളിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. പിന്നെ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ശരിയാണ്, ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കിട്ടണം. ഈ കഞ്ഞി കുടിക്കുമ്പോൾ കുറേ ഡയലോണ്ടത്, കഞ്ഞി കുടിക്കുമ്പോഴാണ് ഒരു സുഖം എന്നും പറഞ്ഞിട്ട് ഞാൻ കരയും. പിന്നെ അത് നേരെ ഹ്യൂമറിലേക്ക് വരും. കടലിൽ ചാടി ഞാൻ കണ്ണോട് നോക്കുമ്പോൾ ചെകുത്താൻ്റെ മുമ്പിലാന്ന് ഞാൻ വിചാരിച്ചത്. നമ്മൾ ദിലീപ് അങ്ങനെ കയറ്റിക്കൊണ്ട്, പക്ഷെ ആ ഒരു സീൻ ഭയങ്കരമായിട്ട് ടച്ച്. ഒറ്റ ഷോട്ടിന് ചെയ്യുകയും ചെയ്ത് ഞാൻ എല്ലാവരും കൈയടിച്ചു. അവിടെ തുടങ്ങി കിട്ടിയ ഒരു സന്തോഷമാണ്. അതാണ് പോയപ്പോൾ ഉണ്ടായ വിഷം. പക്ഷെ പിന്നീട് റാഫി മെക്കാട്ടിനോട് പറഞ്ഞത് അത് അതിൽ വന്നാൽ ആ ക്യാരക്ടർ ഒന്ന് കരഞ്ഞാൽ ഇപ്പം ദിലീപ് സംസാരിക്കുന്നില്ലല്ലോ, അപ്പോൾ ഹ്യൂമർ കൂടുതൽ ഞാനാ പറയുന്നത് കോമ്പിനേഷനിൽ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വന്നാൽ ചിലപ്പോൾ ആ സീൻ പടത്തിനെ ബാധിച്ചാലെന്ന് എടുത്തിട്ട് മാറ്റിയില്ല.
ഇപ്പോഴും രമണന്റെ ട്രോളുകളൊക്കെ ചേട്ടൻ ആസ്വദിക്കുന്നുണ്ട്. കാരണം ഓരോ സമയങ്ങളിലും അതിങ്ങനെ മാറി മാറി പുതുതായി പുതിയ വന്നുകൊണ്ടിരിക്കുന്നു. അതെ അതെ മെയ് ദിനത്തിനൊക്കെ വരുന്നുണ്ട്. അല്ല അത് നല്ലൊരു തൊഴിലാളി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്നുണ്ട്. മമ്മൊക്കെ പറഞ്ഞ തന്നെ ഔട്ടാവൊന്നുമില്ല, സിനിമയൊന്നും ഔട്ടാവില്ല ഒരിക്കലും. കാരണം ഈ ഒരു പഞ്ചാബി ന്യൂസ് മതി എപ്പോഴും ഓർക്കാൻ. നമ്മൾ ഈ സ്റ്റിക്കറൊക്കെ അയക്കുമ്പോഴേ തപ്പി അയക്കുന്ന മൊത്തം സ്റ്റിക്കറുകളാണ്. അല്ല, അതുകൊണ്ട് തന്നെ ഇത്ര അശോകട്ട് എപ്പോഴും ഇപ്പോൾ അശോകട്ട് നേരത്തെ പറയുന്നത് ഇനി 7 സിനിമ റിലീസായിരിക്കുന്നു. ഇത്രയും കാലമായിട്ട് നമ്മളിങ്ങനെ എന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ ബ്ലെസ്ഡ് ആണ്. അത് ഇതൊക്കെ ചെയ്തു വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടുകൊടുന്നതുകൊണ്ടും തന്നെയാണ്. ശ്രീലേഖ ചേച്ചി ട്രെയിലറിന്റെ താഴെ വന്നൊരു കമന്റ്, ശ്രീലേഖ ചേച്ചിയുടെ പോർഷൻ ഉണ്ട്, ചേച്ചി ഇവരാ നമ്മളെ തല്ലിയതെന്ന് പറയുന്നൊരു പോർഷൻ. അതിങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് ആളുകള് ചേച്ചിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് ചേച്ചിക്ക് ഇങ്ങനെ ലവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം. ഒന്ന് നമ്മുടെ ഒരു പെർഫോമൻസ് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അറിയുന്നത് വലിയൊരു കാര്യം. പിന്നെ ഏറ്റവും വലിയ കാര്യം, ഈ ഒരു ചിത്രത്തിലിപ്പോൾ എൻ്റെ പെർഫോമൻസ് മാത്രമല്ല, അതിലുള്ള ഓരോ ആൾക്കാരും നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഇന്നൊരു വ്യക്തിന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ ആ നാട്, ആ നാട്ടിലെ എല്ലാ നാട്ടുകാരും അതിൽ ഓരോരുത്തർക്കും അവരെന്ത് ചെയ്തു, ചിലപ്പോൾ അവരുടെ ഡയലോഗ്സ് വരെ നമ്മുടെ മനസ്സിലുണ്ടാവും. അത്രയും ഇമ്പാക്റ്റ് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ പേരെങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു മോളെ. ശരിക്കും ബിഗ് ബോസിൽ ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു കുറെ അഭിനയ മുഹൂർത്തങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടല്ലോ. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടില്ല. കാരണം പുറത്തുനിന്നാണെങ്കിലും ഇപ്പൊ ആളുകൾ പറയുമ്പോഴാണെങ്കിലും ഇപ്പോഴും അതിന്റെ ഓരോ കട്ടുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വരുമ്പോഴാണെങ്കിലും അത് കുറച്ചുകൂടി അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഉപകാരപ്പെട്ടിട്ടില്ല. അത് സത്യത്തിൽ നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. നമ്മൾ സൈക്കോളജിക്കലി ഭയങ്കരമായിട്ട് നമ്മുടെ പേഷ്യൻസ് ആണെങ്കിലും ശരി, നമ്മുടെ ഇമോഷണൽ ലെവലാണെങ്കിലും ശരി, നമ്മുടെ സ്ട്രാറ്റജീസ് ആണെങ്കിലും ശരി, എല്ലാം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന, പേഷ്യൻസിൻ്റെ അങ്ങേ അറ്റം കൊണ്ടെത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾ വാച്ച് ചെയ്യുന്ന പോലെ അല്ല അതിനുള്ളിൽ എപ്പോഴും. നമ്മൾ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ നമ്മൾ ചിലപ്പോൾ കാണുമായിരിക്കും. അതിനപ്പുറത്തേക്ക് 24 hours ഒരു 72 എബോവ് ക്യാമറാസ് അവിടെ ഉണ്ട്. ഈ 72 എബോവ് ക്യാമറാസും നമ്മളെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ സെക്കൻഡ് മൂവ്മെൻറ്റ് പോലും. അപ്പോൾ അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവും. ആ സമയത്ത് ഒരു എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊന്നും അവിടെ ചെയ്യാനില്ല. വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് വഴക്കിട്ട് അപ്പുറത്തെ റൂമിലേക്കൊക്കെ പോയിരിക്കാം. അവിടെ വഴക്കില്ലേ? വഴക്കുണ്ട്, പക്ഷെ റൂമിൽ പോയിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വഴക്ക് കാണുന്ന ഡെയിലി വഴക്കുണ്ട്, പക്ഷെ മാറിപ്പോയെന്ന് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ പേഷ്യൻസ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു റിലീഫിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊരു ലെഷർ ടൈമിൽ പ്ലാൻ ചെയ്ത്, അത് അപ്പോൾ പ്ലാൻ ചെയ്തൊരു സംഭവമാണ്. പക്ഷെ അത്തരം കാര്യങ്ങൾ കാണിച്ചപ്പോൾ കുറച്ചുകൂടി നമുക്ക് ആളുകളിലേക്ക് കൂടുതലേക്ക്, ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു കലാകാരി, അതുപോലെ ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ അഭിനയിക്കാൻ അറിയാവുന്നൊരു പാട്ട് പാടാൻ അറിയാവുന്നൊരു ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ ഇതുവരെ ബിഗ് ബോസിൽ അങ്ങനെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഇത്തവണത്തെ ബിഗ് ബോസ് ഭയങ്കര ഒരു കോൺട്രഡിക്ഷൻസ് ഒക്കെ ഉള്ള, ഒത്തിരി കോൺട്രവേഴ്സീസും ഒക്കെ ഉള്ള ഒരു ബിഗ് ബോസ് ആയിരുന്നു. അപ്പോൾ അതിലത് അവതരിപ്പിക്കാൻ പറ്റി. അത് നമുക്ക് ഉള്ളിലുള്ളപ്പോൾ അറിയില്ല പുറത്തെങ്ങനെയാണ് അത് റിസീവ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കും പുറത്തെ നെഗറ്റീവായിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നല്ലതും ആവാം. പുറത്തെത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സും ഒക്കെ കാണുന്നത്. അത് ഭയങ്കര എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യത്തിൽ. ഈ ടെററിസ്റ്റ് തർക്കം കാണുമ്പം അതില് ഒരു മയ്യത്തിന്റെ സമയത്ത് അതില് മയ്യത്തിന്റെ സൗണ്ട് കേൾക്കുന്നതായിട്ട് ഒരു പോഷൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ചെവി കാതോർക്കുന്ന ഒരു പോഷൻ, ഇങ്ങനെ അതിൽ കുഴിന്റെ വടിയിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കും. അത് വെറുതെ ഞങ്ങൾ തമാശക്ക് വേണ്ടി ചെയ്തതാണ്. തമാശക്ക് വേണ്ടി ചെയ്തതാണ്. തെറ്റിദ്ധരിപ്പിച്ചാണ് ഞങ്ങള്. അത് വർക്കൗട്ടായി കേട്ടോ. തെറ്റിദ്ധരിപ്പിച്ചത് ഏറ്റവും. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ലുക്കുവിൻ്റെ വേഷമാണെങ്കിലും സണ്ണിയുടെ വേഷമാണെങ്കിലും നമുക്ക് തന്നെ കൊതി വരും ആ വേഷം ചെയ്തിരുന്നെങ്കിൽ, ഈ വേഷം ചെയ്യാൻ പറ്റിയെങ്കിൽ. അത്രയ്ക്ക് കോമ്പറ്റീറ്റഡ് അല്ല എല്ലാ വേഷങ്ങളും. ശരിക്ക് സെപ്പറേഷൻ തന്നെ ഭയങ്കരമായിട്ട് എല്ലാം ചെയ്യാനുണ്ട് അതിൽ. അതാണ് അത് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഒരു ഹൊററിക് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. അങ്ങനെ ശബ്ദം വെച്ച് ഇങ്ങനെ അതും വർക്കൗട്ടായി. എല്ലാ എലമെന്റ്സും ഉണ്ട് സിനിമയിൽ. ഫാന്റസി ആണെങ്കിലും റിയലിസ്റ്റിക് പരിപാടികളാണെങ്കിലും ഒരു ത്രില്ലർ എലമെന്റ് ആണെങ്കിലും ഒരു ഫാമിലി റൊമാൻസ് ഇമോഷൻസ്
ഒരു ഇൻവെസ്റ്റിഗേഷൻ വീണ്ടും തനിച്ചായിട്ട് ഒരു പോലീസ് പടം വരുന്നതല്ലേ? പോലീസ് വേഷത്തിലും അടുത്തൊരു പടം കൂടിയല്ലേ ഇത് എന്ന് പറയുന്നത്? പക്ഷെ ഞങ്ങൾ ആ അപ്പന്റെ ഹാങ് ഓവർ തന്നെ ഇരിക്കുകയാണ്. അത് ഉഗ്രമാണ്, അസല് പടം. അത് ചേട്ടന്റെ പ്രൊഡക്ഷൻ കൂടിയായിരുന്നില്ലേ? ഇപ്പൊ ഇവര് പറയുന്നത് മാത്രമല്ല, ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും അപ്പൻ തരുന്നൊരു ഹാപ്പിനെസ് ഇപ്പോഴും എങ്ങനെയാണ്? ഞാൻ ഇന്നലെ രാത്രി എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ അപ്പം നന്നായിരുന്നു പറഞ്ഞു. വളരെ സന്തോഷമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പ്രൊഡക്ഷനിലും ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുക പറയുന്നത്. ഈ സിനിമ ചെയ്തിട്ടാണ് ഞാൻ വേല എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. ഈ ടർക്കിഷ് ഈ പോലീസ് ക്യാരക്ടർ ഒരു ബാക്ക് ടു ബാക്ക് പോലീസ് സമയമായിരുന്നു. നമുക്കറിയാം യൂണിഫോം ഒന്നുമില്ല. പക്ഷെ ചിലപ്പോ ഈ അല്ലു അർജുൻ സാമ്യത പറയുന്നതുണ്ടല്ലോ. പലപ്പോഴും ഈ പോസ്റ്റുകളൊക്കെ ചേട്ടൻ്റെ ഇടുന്ന ചില പോസ്റ്റുകളൊക്കെ ഓടി വന്ന് അല്ലു അർജുനാണെന്ന് പറഞ്ഞ ആളുകൾ കമന്റ് ചെയ്യുന്ന കാണുന്നുണ്ട്. അങ്ങനെ ഒരു സാമ്യത ലൈഫിൽ ആരെങ്കിലും വന്ന് പറയുക, അങ്ങനത്തെ ഒരു കോയിൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ലൈഫിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അത് ചില ഫോട്ടോസൊക്കെ കാണുമ്പം തോന്നുന്നൊരു നേരിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. കട്ടില്ലേ ലുക്മാൻ ഇപ്പൊ ഫുൾ അടിപ്പടം പിടിച്ചിരിക്കുകയാണോ? കാരണം തല്ലുമാല, ഇപ്പൊ ഇത്, ഇനി വരാൻ പോകുന്ന ലുക്മാന്റെ അടുത്ത പടത്തിലും ഒരു തല്ലാണ്, നല്ല തല്ലുള്ള ഒരു പടമാണ്. ഇതൊരു തല്ലുപടല്ല. ഈ ആ അടിയുടെ ഇടയിൽ എവിടെയും എന്നെ കണ്ടോ? ട്രെയിലറിൽ മൊത്തം തല്ലാണല്ലോ. തല്ലാണ്, പക്ഷെ തല്ലിന്റെ ഇടയിൽ ഞാനില്ലല്ലോ. അല്ല, അതൊരു തർക്കമാണ്. സൈക്കിളിൽ തർക്കം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു ഇൻസിഡന്റ്, ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഒരു നാട് മൊത്തം ഒരു പോയിന്റിലോട്ട് എത്തിപ്പെടുന്നതും അവിടെ വെച്ച് നടക്കുന്ന ഒരു പരിപാടിയാണ് സിനിമ. എന്താ വെച്ചാൽ കൂടുതൽ ഞങ്ങൾക്ക് പറയണമെന്നുണ്ട്. ചിലതെന്താ വെച്ചാൽ ചിലപ്പോൾ അതിന്റെ ഒരു രസം പോകുമെന്നുള്ള പേടിച്ചിട്ട്, അല്ലാതെ ഞങ്ങൾ ഇതെന്തോ മറച്ചു വെച്ച് ആളുകളെ ഭയങ്കര എന്തോ ആക്കാം അങ്ങനത്തെ ഒരു ഇതിലല്ല. വലിയൊരു തർക്കമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്തല്ല, നമ്മള് കണ്ട് ശീലിക്കാത്തൊരു തർക്കമാണ്. ഇൻട്രസ്റ്റിംഗ് തർക്കമാണ്. ഇപ്പൊ പുതിയൊരു പടം അത് ബോക്സിംഗ് റിലേറ്റഡ് ആണ് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതില് ചില ഫോട്ടോസില് നന്നായിട്ട് ബോഡി ബിൽഡ് ചെയ്ത് വെച്ചതുപോലെ കാണുന്നുണ്ട്. അത് ആ സിനിമ കൊണ്ട് ഒരു 4-5 മാസം അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും വർക്കൗട്ടും ബോക്സിംഗ് പ്രാക്ടീസും ഫുൾ ക്രൂ അല്ല ഇൻ ദ സെൻസ് അതിൽ അഭിനയിക്കുന്നവരൊക്കെ അതിനുവേണ്ടി ചെയ്തിരുന്നു. അതിന്റെ റിസൾട്ട് ആയിരുന്നു അത്. നെക്സ്റ്റ് ഇയർ റിലീസുള്ളൂ. അതൊരു തല്ലുപടല്ല, അതൊരു കറക്റ്റ് ഒരു സ്പോർട്സ് മൂവിയാണ്. അപ്പോൾ അതിനുവേണ്ടി ബോക്സിംഗ് ഒരു അമേച്ചർ ബോക്സിംഗ് പരിപാടിയാണ്. അത് ആദ്യമായിട്ടാണ് അങ്ങനെ ബോക്സിംഗ് പഠിച്ചു. എല്ലാവരും 3-4 മാസം നമുക്ക് കോച്ച് ഉണ്ടായിരുന്നു, ജോഫിൽ കോച്ച്, ട്രെയിനർ ഉണ്ടായിരുന്നു, മറ്റേ ഷിഫാസ്. അങ്ങനെ ഫുൾ ടീമിനെ വെച്ചിട്ട് പ്രൊഡക്ഷൻ തന്നെ നമ്മൾ ഒരുമിച്ച് നിർത്തി അങ്ങനെ ചെയ്തതാണ്. റഹ്മാന്റെ തന്നെ പ്രൊഡക്ഷനാണ്. ചിലപ്പോൾ നമ്മളെ കോ ആക്ടേഴ്സ് നമ്മൾ അത്ഭുതപ്പെടുത്താറുണ്ട്. അത്തരത്തില് നെസ്ലിന്റെ ചില ഫോട്ടോസ് ഒക്കെ വന്ന സമയത്ത് ആളുകൾ പറയുന്നുണ്ട് കുറച്ച് നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ നെസ്ലിന്റെ ഒരു വളർച്ച കാണുമ്പോൾ, ആ ഒരു സിനിമയിലേക്ക് എത്തിയപ്പോഴും എഫേർട്ട് കാണുമ്പോഴും എന്താണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഭയങ്കര സന്തോഷം. നെസ്ലിനെ ഞാൻ പരിചയപ്പെടുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത്. ഞങ്ങൾ എന്നെ മെസ്സേജ് ചെയ്തിട്ടുള്ള പരിചയമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു 93 ദിവസമായിട്ട് അപ്പുറം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് തന്നെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഒരുമിച്ചായി കഴിഞ്ഞാൽ വളർച്ചയിൽ എന്താണ് അതിലെന്ത് സന്തോഷത്തിലുണ്ട്. നമ്മൾ എഫേർട്ട് എടുക്കും. നമ്മൾ ഒപ്പമുള്ള ആര് ചെയ്യുമ്പോഴും നമ്മളും ചെയ്യണം എന്നുള്ളൊരു സാധനം നമുക്ക് വരുമല്ലോ. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ റഹ്മാന്റെ പടമായതുകൊണ്ട് നിർബന്ധമായിട്ടും എഫേർട്ട് എടുക്കണം. അല്ലാതെ തട്ടിക്കുട്ടി എങ്ങനെയെങ്കിലും പരിപാടി നടത്താന്നുള്ളൊരു നടക്കില്ല. അപ്പൊ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് പ്രാക്ടീസും പരിപാടിയൊക്കെ അറിഞ്ഞത്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായാലും സിനിമയിൽ ഉണ്ടാവും എന്ന് വിചാരിക്കും. അശ്വൻ ചേട്ടനിലേക്ക് വരുമ്പോൾ ചേട്ടൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ ഒരു കോംബോ ഭയങ്കര ഹിറ്റായിരുന്ന സമയം, അതായത് ദിലീപ് ഏട്ടനും ചേട്ടനും കൊച്ചിനെ ചേട്ടൻ അതൊക്കെ അവരൊക്കെ വരുമ്പോൾ ഉള്ള ഒരു കോംബോ ഭയങ്കര ഹിറ്റാവുകയും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്ത ഒരുപാട് സിനിമകൾ. ആ സമയത്ത് ചേട്ടന്റെ ഡേറ്റിന് വേണ്ടി മാത്രം കാത്തിരുന്ന സംവിധായകന്മാരുണ്ടായിട്ടില്ലേ? ചേട്ടന് വേണ്ടി സിനിമകൾ അങ്ങനെയല്ല. അത് ഒരു ട്രിവാൻഡ്രത്തൊരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എറണാകുളത്തൊരു പടം തുടങ്ങണം, ദിലീപായിട്ടുള്ള കോമ്പിനേഷൻ. അപ്പോൾ അത് തീർന്നില്ല, അത് തീർക്കാതെ പോരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൂടാ. അതിപ്പോൾ എല്ലാ പടങ്ങളിലും നടക്കുന്നത്. പഞ്ചാബി പറക്കും തളിയൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അത് ശരിയാണ്. പക്ഷെ അത് എല്ലാ സിനിമക്കും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഡേറ്റ് ക്ലാഷ് ആയി കഴിഞ്ഞാൽ വരും. ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് എൻ്റെ അല്ല, എല്ലാവരുടെയും പടങ്ങൾ നടക്കുന്നത്. ഈ പറക്കും തളികയില് എന്നെ കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ള ഒരു സീൻ എന്ന് പറയുന്നത് കൊച്ചിനെ ചേട്ടന്റെ വീട്ടിൽ പോയിട്ട് തല്ലുകൂടുന്ന ഒരു സീനാണ്. ആ സീൻ ശരിക്കും നമ്മൾ ടോമാഞ്ചേരി കാണുന്ന ടോമാഞ്ചേരിയിൽ തന്നെ അങ്ങനെ തന്നെ പിടിച്ചു. നമ്മൾ അത് വെച്ചിട്ട് ടി വിയിൽ അത്
പ്ലേ ഇട്ടിട്ട് അത് വെച്ചിട്ട് തന്നെ പിടിച്ചേക്കണം നമ്മൾ. ശരിക്കും അത് ആരുടെ ഐഡിയയിൽ അത് നിന്നുണ്ടായതായിരുന്നു? ഡയറക്ടർ തന്നെ, ഡയറക്ടറിൻ്റെ ഐഡിയ. പിന്നെ കുറേ സംഭവം നമ്മൾ അവിടെ ഉണ്ടാക്കും, നമ്മൾ ബ്രമീസ് ചെയ്യും. ആ റൂമൊക്കെ കണ്ട് നമ്മളിത് എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം. മതിലാടി അകത്ത് കയറി കഴിഞ്ഞാൽ അദ്ദേഹം അനിപ്പിക്കൊന്നും ആലോർക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കയറുന്നുണ്ട്, പുള്ളിയായിട്ട് അടക്കുന്നുണ്ട്. അത് പിന്നെ ഓരോന്നോരോന്നോരോന്ന് അത് ഒരു എനിക്ക് തോന്നുന്നൊരു 300 മുട്ടയോളം ഒരു ദിവസം പൊട്ടിച്ചിട്ടുണ്ട്. ആ സീനിന് വേണ്ടിയിട്ട്. ആ സീന് മാത്രം, ആ സീന് മാത്രമല്ല, ഒരു ദിവസം ഒരാഴ്ചയോളം അവിടെ ഉണ്ടായിരുന്നു ഷൂട്ട്. അതിൻ്റെ അകത്ത് കുറേ മുട്ടകൾ ഇങ്ങനെ ഇതായിട്ടുണ്ട്. അതിന് ഒരു യൂണിറ്റുകാർ താമസിക്കുന്ന വീടായിരുന്നു അത്. യൂണിറ്റുകാരുടെ മുറിയായിരുന്നു അത്, ഓഫീസായിരുന്നു അത്. അത് കംപ്ലീറ്റ് ഒരാഴ്ച ക്ലീൻ ചെയ്തിട്ടാണ് അവർക്ക് താമസിക്കാൻ പറ്റിയത്. ഈ മുട്ടയുടെ മണം ലൈറ്റ് ഇടുമ്പോൾ ചേട്ടൻ പ്രകാശത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇങ്ങനെ നോക്കണ്ട ഉണ്ണി, ഇത് ഞാനല്ല. അതും മീമാണ് എക്സ്പ്രഷൻ ശ്രീവി ചേച്ചിയിലേക്ക് വരുമ്പോ ആദ്യത്തെ സിനിമയിൽ തന്നെ മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡ് ലഭിക്കുകയാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ശരിക്കും ആ ഒരു സിനിമയിൽ വെയിലുള്ള സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ടിക്ടോക്ക് ഒരു കാരണമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ പറ്റും? അല്ല, ശരിയാണ്. ഞാൻ ടിക്ടോക്ക് ചെയ്തത് ഫിലിമിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നില്ല. സത്യത്തിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഫെഡപ്പ് ആവുന്ന സമയത്ത് നേരത്തെ ബിഗ് ബോസിൽ കാണിച്ച പോലെ തന്നെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് അന്ന് ടിക്ടോക്ക് ഭയങ്കര പ്രചാരത്തിൽ നിന്ന സമയം അങ്ങനെ വന്നതാണ്. പക്ഷേ എൻ്റെ ടിക്ടോക്ക് വീഡിയോ കണ്ടിട്ടാണ് എന്നെ വെയിലിലേക്ക് ക്ഷണിക്കുന്നത്. അത് ടിക്ടോക്ക് വലിയൊരു കാര്യമായി എന്ന് പറയുന്നത് ഒരു മടിയില്ല, സത്യമാണ്. അതുപോലെ ചേട്ടനിപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് സാത്താൻ സേവിയർ ലുക്ക് ഫീൽ ചെയ്തു ആടുത്രിയുടെ. അങ്ങനെ പറയാൻ പറ്റുമോ? ആടുത്രിയുടെ വല്ല അപ്ഡേഷനും ആണോ? അതല്ല, വേറൊരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് അടുത്തിരിക്കുന്നുണ്ട്, വരുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് ഷൂട്ട് തുടങ്ങും. സജിചേട്ടൻ പറഞ്ഞത് ആ ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ചവരൊക്കെ പറയുന്നു ഗംഭീരമായിട്ട് വരും എന്നാണ് പറയുന്നത്. അതെ, വായിച്ചവരെല്ലാവരും ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും സാത്താൻ സേവിയർ കമ്മിറ്റ് ചെയ്യാൻ ചേട്ടനെ പ്രേരിപ്പിച്ചൊരു ഘടകം എന്തായിരുന്നു? കാരണം എല്ലാവർക്കും തീം മ്യൂസിക്കും ബീജിയും ഉള്ളൊരു സിനിമ എനിക്ക് തോന്നുന്നു ആടായിരിക്കും. എല്ലാവർക്കും ഉണ്ട് അതിൽ തീം മ്യൂസിക് ഒക്കെ. ചേട്ടനെ അതിൽ എക്സൈറ്റ് ചെയ്യിച്ച ഘടകം എന്തായിരുന്നു? സാത്താൻ സേവിയർ തന്നെ, സാത്താൻ എന്നുള്ള പേര് തന്നെ. പക്ഷെ അയാളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാത്താനാണ്. പിന്നെ ഭയങ്കര ഫണ്ണല്ല അയാള്. എന്താ പറയാൻ, നമുക്ക് ആ ഒരു കഥാപാത്രം കേട്ടു, എന്താ പറയാ, ഇഷ്ടമായി. പിന്നെ നമ്മൾ യൂഷ്വൽ കാണുന്ന ആൾക്കാരൊന്നും അല്ല, നമ്മൾ ലൈഫിലൊന്നും അങ്ങനെ കാണുന്ന ആൾക്കാരാണ്. പിന്നെ എല്ലാവരും ഒരു കൈൻഡ് ഓഫ് കാരിക്കേച്ചേഴ്സ് ആണൊക്കെ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണത്. മിഥുൻ മാനുവൽ വന്നത് നറേറ്റ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ചന്തം ഉണ്ടായിരുന്നു. ഓക്കെ, ശരിക്കും സജിചേട്ടൻ്റെ സൗഹൃദങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അസൂയ തോന്നുന്ന ഒരു സൗഹൃദം എന്ന് തോന്നുന്നത് ദുൽഖർ സൽമാനായിട്ടുള്ള സൗഹൃദം ചേട്ടൻ പറയുമ്പോൾ പലപ്പോഴും ഒരു അസൂയ തോന്നിയിട്ടുണ്ട്. ഇത്രയും നല്ലൊരു സൗഹൃദം കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഇപ്പോഴും അങ്ങനെ തന്നെ. കാരണം നിങ്ങൾ ചില മെസ്സേജുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ മിസ് യു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ഒരു സൗഹൃദം അതിപ്പോഴും അങ്ങനെ കീപ്പ് ചെയ്ത് ആ ഒരു സൗഹൃദം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടോ? ആ, തീർച്ചയായിട്ടും. പിന്നെ അത് അതിനെക്കുറിച്ച് ഇപ്പം എന്താ പറയുക, ഞങ്ങൾ എന്നും നല്ല സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് കണ്ടെന്നു പോലെയുള്ള ബന്ധം. ഈ മെസ്സേജ് അയാൾ എപ്പോഴുണ്ടോ? ഞാനൊരു ഇന്റർവ്യൂവിൽ അത് വായിച്ചു, ചേട്ടൻ്റെ ഒരു ആർട്ടിക്കിളിൽ ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ. പണ്ടത്തെ ആയിരിക്കും ചിലപ്പോൾ. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ ക്രിഞ്ചല്ലേ. അന്ന് ശരിക്കും അങ്ങനെ മിസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു മെസ്സേജുകളൊക്കെ പരസ്പരം ഉണ്ടാവാറുണ്ട്. നേരിട്ട് കാണുമ്പോഴും പറയും ഇങ്ങനെയുള്ള മെസ്സേജ് എന്താ വേണ്ടത്, എന്താ കവി എന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യന്മാരല്ലേ, സുഹൃത്തുക്കളല്ലേ മെസ്സേജ് അയക്കും. ബന്ധം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബന്ധമാണല്ലോ. അപ്പോൾ ചിലപ്പോൾ മിസ് ചെയ്യുമ്പോൾ മിസ് യു എന്ന് പറയും. ഈ സൗഹൃദങ്ങൾ ഇങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് പിന്നെ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു തുടങ്ങിയ ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് മിക്ക സിനിമകളും ഞങ്ങൾ മെസ്സേജ് അയക്കാറുണ്ട്. ഞങ്ങളിടയ്ക്ക് മിസ് യു മിസ്യുടാ, തിരിച്ചു മിസ് യു, എവിടെയല്ലേ, ഭക്ഷണം കഴിച്ചോ, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിളിക്കുക, കെയർ ചെയ്യുക, അതൊക്കെ തന്നെ ഒന്ന് കാണുക, അതൊക്കെ തന്നെ. പിന്നെ സൗഹൃദം എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യല്ലേ.
നമുക്ക് എന്ത് ഇതിപ്പോ സിനിമ എന്നതിന് അപ്പുറം തന്നെ നമുക്ക് എന്ത് കാര്യവും ഷെയർ ചെയ്യാം. അത് വർഷത്തിലൊരിക്കലാണെങ്കിൽ എപ്പോഴാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ കുറെ കാലം സംസാരിച്ചില്ലെങ്കിൽ അതവിടെ അങ്ങനെ ഉണ്ടാവും. ചില സൗഹൃദങ്ങൾ അങ്ങനെ ഉണ്ടാവോ? ഇല്ലെങ്കിൽ നമ്മൾ സൗഹൃദം സൗഹൃദം പോസിബിളി നമ്മൾ ഉണ്ടാക്കി വെക്കണല്ലോ. സ്വാഭാവികമായിട്ട് സംഭവിക്കും. ചിലവരായിട്ട് നമുക്ക് കണക്ട് ആവും, ചിലരായിട്ട് അങ്ങനെ നിൽക്കും, ചിലരായിട്ട് നിൽക്കാതെ പോകും, ചിലവർ നിൽക്കാതെ പോയി വീണ്ടും വീണ്ടും കണക്ട് ആവും. ജീവിതത്തിൽ ഇങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാനും ഹരിശ്രീ അശോകൻ ചേട്ടനും ഫ്രണ്ട്സ് ആണല്ലോ. ചേട്ടൻ നല്ല രണ്ടു വാക്കിൽ ഉത്തരം പറയുന്നു. ഞാനും ശ്രീരേഖയും ഫ്രണ്ട്സ് ആണല്ലോ. എപ്പോ ഞാൻ ഏത് അനാവശ്യം പറയുന്നത് കണ്ടിട്ട് പോരല്ല, പടം തീർന്നിട്ട് അവരറിയില്ല. നമ്മൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒരു 90 ദിവസം ഞങ്ങൾ എന്ത് ചെയ്യും, കോണ്ടാക്ട് ചെയ്യാൻ ഒരു ചാൻസ് ഇല്ല. പക്ഷെ വോട്ട് ചെയ്തിട്ടില്ല. എന്റെ വിലപ്പെട്ട 2-3 വോട്ടുകളോട് കൂടി ഇരിക്കുന്നത്. വോട്ട് ചെയ്തിട്ടില്ല ചേച്ചി? ഞാൻ വോട്ട് ചെയ്തിട്ട് അറിയാൻ പറ്റും ആരാ വോട്ട് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ചെയ്തെന്ന് എന്നാ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെ വോട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ചെയ്തു. ഈ അഭിനയം എന്നുള്ള മോഹം ഒരു മലപ്പുറത്തുകാരനിൽ ഉണ്ടാവുന്നത് ഒരു നാടകത്തിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. സിജു വിൽസൺ ചേട്ടൻ അദ്ദേഹത്തിന്റെ ഒരു വാക്ക്, അതിൽ നിന്നാണ് ഒരു സിനിമാ മോഹം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാവോ? സിനിമ മോഹം ഇങ്ങനെ ഞാൻ 5ാം ക്ലാസ് മുതലേ നാടകം ചെയ്യുമായിരുന്നു. അപ്പോൾ കോളേജിലും നാടകം ചെയ്യും. അങ്ങനെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട് 2 വർഷമൊക്കെ. അങ്ങനെ അപ്പൊ ഇങ്ങനെ ഇതിനോടുള്ള ഇഷ്ടമുണ്ട്. പക്ഷെ സിനിമ സ്വപ്നം ഇല്ല. സിനിമ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മളത് ഭയങ്കര വിദൂരം നമ്മുടെ നാട്ടിൽ നിന്ന്. അങ്ങനെ ഒരു ദിവസം കോളേജിൽ ഒരു നാടകം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സിജു വിൽസൺ വിനയ് ഫോട്ടോ വന്നതാണ് എൻ്റെ ഓർമ്മ. സിജുചേട്ടൻ കൂടെ എന്നിട്ട് അവര് ജഡ്ജസ് ആയിരുന്നു. അവര് വെറുതെ അങ്ങനെ വന്നതാ. പ്രേമം കഴിഞ്ഞതിനൊക്കെ ശേഷം. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചാ എന്താ സിനിമ ചെയ്യാ, വേറെ എന്താ ചെയ്യാൻ? എന്നോട് കൊച്ചിക്ക് കൂടാ, കൊച്ചി പോയി എന്തായാലും അന്നിങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കി വന്നിട്ട് ഡയറക്ടേഴ്സിന് കൊടുക്ക് അങ്ങനെ. അപ്പൊ അതൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ കൊച്ചിയിലോട്ട്. അത് കാരണം മാത്രമല്ല, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ 4th ഇയർ 5th ഇയർ ഒക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹം വന്ന് സിനിമ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്തു, പല സിനിമ ട്രൈ ചെയ്തു, പിന്നെ ഓഡിഷൻസിന് പോയി. അങ്ങനെ പിന്നെ ആഗ്രഹം ഇങ്ങനെ കൂടി അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ. വീട്ടിലൊന്നും അറിയിക്കാതെ വീട്ടിൽ വേറെ ജോലിയാന്നൊക്കെ പറഞ്ഞ് ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്യാണ് പറഞ്ഞ് വീട്ടിൽ സാലറി കാശ് അയച്ചു കൊടുക്കണം മാസം. അപ്പം അതിന് വേറെ ജോലികൾ ചെയ്യും, അതിൻ്റെ ഇടയിൽ ഓഡിഷന് പോകും. ഭയങ്കര ബിസി ലൈഫായിരുന്നു. ഭയങ്കര ബിസി ലൈഫായിരുന്നു. കൊച്ചി വന്നു സണ്ണിച്ചേട്ടൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ശരിക്കും ഈ അർഷാദ് മൂവിയിലേക്ക് വരുമ്പോ കാർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാ വരുന്നതെന്ന് പറഞ്ഞിട്ടൊരു അതാണ് ഫസ്റ്റ് ചെയ്യുന്ന പടം. ആ സിനിമ റിലീസ് ഒന്നും ആയില്ല, ദായം 12 തൊട്ട്. അതാണ് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് പോകുന്നു. അപ്പൊ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ആ ക്യാരക്ടർ ചെയ്യണമെങ്കിൽ കാറ് വേണം. ആ ക്യാരക്ടറിന് സിനിമയിൽ ഒരു കാറുണ്ട്. പക്ഷെ അവർ പ്രൊഡക്ഷൻ വെച്ചിട്ട് അർഷദ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു കാർ അവർക്ക് അഫോർഡ്. അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്ക് കാറായിട്ട് വന്ന ക്യാരക്ടർ ഉണ്ട്. എന്നിട്ട് പിന്നെ അഭിനയൊക്കെ പിന്നെ അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു എൻ്റെ കാറുണ്ട് എന്ന്. കാറാൻ ബസ്സിനുള്ള കാശ് പോലും കൂട്ടാൻ മേടിച്ചിട്ടാ വന്നത്. എന്നിട്ട് ആളെ ഞാൻ കാറുണ്ടെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ ഫിക്സ്. നമുക്കൊരു ആക്ടിങ് ക്യാമ്പൊക്കെ ഉണ്ട്, അപ്പോൾ വരുമ്പോൾ കാറായിട്ട് പോരെ. പിന്നെ കാറ് കണ്ടുപിടിക്കണ്ടേ. പിന്നെ കാറ് എവിടെ അന്വേഷിച്ച് റെന്റിനെടുത്ത്, എൻ്റെ കാറാന്നൊക്കെ പറഞ്ഞിട്ട് റെന്റിനെടുത്ത് കാറായിട്ട് വന്ന് 90 ഒരു 10-15 ദിവസം കൊണ്ട് തീരുന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം പിടിച്ചു. പിന്നെ കാറിന്റെ ആൾക്കാർ വിളിയായി. പിന്നെ ഒരു ദിവസം ഇത്ര ദിവസം കൊണ്ടുപോയിട്ട് കാറവിടെ കംപ്ലൈന്റ് എന്നെ അറസ്റ്റ് ചെയ്തു, ഞാൻ ചെയ്യില്ല ഇതൊക്കെ ഇല്ല. അങ്ങനെ പിന്നെ അത് അപ്പൊ ഞാൻ വേറെ സ്ഥലത്ത് കാശ് കൊടുത്ത് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് പടം ചെയ്തു. അശോകൻ ചേട്ടാ, നമുക്ക് തോന്നുന്നു ഇപ്പൊ ശ്രീകൃഷ്ണൻ, താടി വെച്ച ശ്രീകൃഷ്ണൻ, പെൺവേഷത്തിലാണെങ്കിലും താടി, പോലീസ് ആണെങ്കിലും താടി, എനിക്ക് തോന്നുന്നു ആ ഒരു ലൈസൻസ് ഉള്ള ഏക നടൻ അശോകൻ ചേട്ടനാണെന്ന്. എപ്പോഴെങ്കിലും അതെ, ഇപ്പോഴും വിഷു വന്നാൽ അശോകൻ ചേട്ടൻ ഇല്ലാതെ ഞങ്ങൾക്കൊരു വിഷു ഇല്ല. വിഷു ആ പടം കാരണം ഞാൻ കുറെ രാജ്യങ്ങളിൽ പോകാൻ പറ്റി. വിഷുവിനെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് മലയാളികൾ വിഷു ആഘോഷിക്കാൻ നേരത്തെ അവിടെ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട് കുറേ രാജ്യങ്ങളിൽ. കോസ്റ്റൊന്നുമില്ല, എന്നെ വിളിക്കും ഗസ്റ്റായിട്ട്. കുറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് വിഷമാതാൻ കഴിഞ്ഞിട്ട്. കാരണം ഞങ്ങൾക്ക് വിഷു ഒക്കെ കാണുമ്പോൾ അതാ ഓർമ്മ വരിക. ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്ന ഓടക്കൊണ്ട് പിടിച്ചേക്കാം. എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ ക്യാരക്ടേഴ്സില് താടി പഠിക്കണം എന്നൊരു ഓപ്ഷൻ വന്നിരുന്നെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യായിരുന്നു?
ആ സമയം അല്ല താടി പഠിക്കാൻ സമയമില്ല, കാരണം ഒരു പടത്തിലേക്ക് പോവുകയല്ലേ, അപ്പോൾ കണ്ടിന്യൂറ്റി ആണല്ലോ. ഒരു പടത്തിൽ തീരില്ല, അടുത്ത പടത്തിന് ഇവിടെ 3 ദിവസം, അവിടെ 2 ദിവസം, 5 ദിവസത്തിന് പോവുകയല്ലേ. അപ്പോൾ താടി കണ്ടിന്യൂറ്റിയാണ്, അതുകൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പഠിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ പടങ്ങൾ ആ സമയത്ത്. ഇപ്പം ഞാനൊരു SI വേഷം ചെയ്തു, സൗബിൻ ഹീറോ ആയിട്ടുള്ള പടത്തിൽ രത്തീന താടി പഠിച്ചിട്ട് ബാക്കപ്പ് പാർട്ടിയാണ്. ഇന്ന് ബാക്കപ്പ് പാർട്ടിയാണ്. അപ്പം ഇന്ന് അത് ചെയ്ത് SI ആയിട്ട് മീശ കുറച്ച് കട്ടിയായിട്ടൊക്കെ വളർത്തിയിട്ട് ഒരു SI വേഷം ചെയ്തിട്ടുണ്ട് അതിൽ. ഇങ്ങനെ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനത്തെ താടി വെച്ചിട്ടുള്ള അതിലൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും ഒരിക്കൽ മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നല്ലേ, താടി രക്ഷപ്പെടുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് സിനിമയുടെ സെറ്റിൽ വെച്ചാൽ? അല്ല, അത് രാഷ്ട്രീയ രാജാവ് മമ്മൂക്കോട് ആദ്യം ചെയ്യുന്നത്. അതിൽ താടിയുണ്ട്, വേറെ പടം ചെയ്തിട്ട് അവിടെ നിന്ന് വരികയാണ് ഞാൻ. അത് ഞാൻ കുസൃതി എന്ന് പറഞ്ഞല്ല, അത് അനിൽ ബാബുവിൻ്റെ ഒരു പടത്തിൽ കുസൃതി അത് ചെയ്തിട്ട് അവിടുന്ന് സോങ് ബാലൻസ് ഉണ്ട്, അവിടുന്ന് ജസ്റ്റ് 2 ദിവസം അഭിനയിച്ചിട്ട് പോയിട്ട് പിന്നെ വരണം. അപ്പം മമ്മൂക്ക പറഞ്ഞാൽ ഉദയ സ്റ്റുഡിയോയിലായിരുന്നു. അവിടെ വെച്ചിട്ട് ചെന്നപ്പോൾ മമ്മൂക്ക താടി പഠിക്കണില്ല, താടിയെങ്കിലും മുടിയും കുറച്ച് വെട്ട്, പോലീസുകാരനാണെങ്കിൽ താടിയാ പഠിക്കണില്ല. അപ്പം അത് നേരത്തെ പറഞ്ഞ വിനയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താടി കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട്. അങ്ങനെ അതിൽ പിന്നെ ബ്ലേഡ് അലർജി അങ്ങനെ എന്താ പറഞ്ഞു തോന്നുന്നു, അങ്ങനെ ഓരോ കാരണങ്ങൾ പറയാൻ പറ്റും. നമുക്ക് അന്നും പറയും അതിന് താടി പഠിച്ചിട്ട് ഞാൻ ഇപ്പം നമുക്ക് കണ്ടായിരുന്നു. പഠിച്ചല്ലേ, അർജുൻ പറഞ്ഞ് താടി പഠിച്ചിട്ടുണ്ടെന്ന്. ഇനി വളർത്തണ്ട, കുറ്റിത്താടി ഉണ്ട്. എന്തിനാണ് അതിപ്പോൾ സൗബിൻ്റെ ഒരു പടത്തിൽ ഇപ്പോൾ കുറ്റിത്താടി വെച്ച് അഭിനയിക്കണം. എന്താണ് അല്ല, ഈജായിട്ടുള്ളൊരു ക്യാരക്ടറിന് താടി പഠിച്ചൂടെ, ചൂടാണ്. ഞാൻ പറഞ്ഞു അവര് പറ്റി കുറ്റിത്താടി വേണം, അതെന്നെ പഠിക്കൂലേ? പഠിക്കും. പിന്നെ പടത്തിൽ വേറെ പടത്തിൽ വെട്ടി വെക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതോ പടത്തിന് ഒരു ഇത്രയും എടുത്തിട്ട് മുഴുകാൻ മാത്രം വെച്ചിട്ട് സത്യശിവസുന്ദരം ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു പീസ് വെച്ചിട്ട് വേറെ പടത്തിൽ ചെയ്തു. പിന്നെ താടി പഠിച്ചിട്ട് മീശ മാത്രം വെച്ചിട്ട് ഞാൻ ഒരെണ്ണം ചെയ്തു ഈ രാജസേന സാറിന്റെ പടത്തിൽ. അതിലൊരു ഗുണ്ടയാണ്, മീശ കുറച്ച് ഈ മമ്മൂക്കയുടെ കോണ്ടസ കാറിന്റെ പിറകിലൂടെ ആരാധകനെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? പിന്നെ ഇപ്പൊ പറഞ്ഞോളൂ, ചില മമ്മൂക്കയുടെ വണ്ടിയുടെ പുറകെ ഓടിയിട്ടുണ്ട് മമ്മൂക്കനെ കാണാൻ വേണ്ടി, കോണ്ടസൊക്കെ ഉണ്ട്. ആ മമ്മൂക്കയോട് പിന്നെ ഒരുമിച്ച് വണ്ടിയിൽ യാത്ര ചെയ്തപ്പോഴും മമ്മൂക്കയുടെ അഭിനയിച്ചപ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു. ചേച്ചിയെ സംബന്ധിച്ച് വിന്നേട്ട് എന്ന സീരിയൽ അബിക്കയുടെ ഭാര്യയായിട്ട് വന്നു, അതിനുശേഷം അബിക്കയുടെ മകന്റെ കൂടെ വെയിലിൽ അമ്മയായിട്ട് വന്നു. വെയിൽ ശരിക്കും ചേച്ചിക്ക് എത്രത്തോളം സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? ഒന്ന് വെയില് ഈ പറഞ്ഞ പോലെ തന്നെ അബിക്കയുടെ കൂടെ അഭിനയിച്ചിട്ട്, വൈഫായിട്ട് അഭിനയിച്ചിട്ട്, മകൻ ഷെയ്ൻ്റെ കൂടെ അവൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു നിമിത്തമായിട്ട് തോന്നി. പിന്നീട് ഒരു അവാർഡ് കൂടെ കിട്ടിയപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ചിത്രം എന്നും മനസ്സിൽ നിൽക്കുക എന്ന ആ ഒരു സ്ഥാനത്തേക്ക് അത് മാറി. പക്ഷേ അതിനുശേഷം പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മുടെ ലൈഫിൽ സംഭവിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ഒന്ന് ഫ്രെയിം ചെയ്ത് വെക്കാവുന്ന എന്ന് പറയുന്ന കുറച്ച് മൊമെൻറ്റ്സ് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ നേരത്തെ ലുക്മാൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ സണ്ണി പറഞ്ഞ പോലെ അത് അങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യൽ മൊമെന്റ്സ്, ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്കും അങ്ങനെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു വെയിൽ. വെയിലുള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഈ വെയിൽ എല്ലാവർക്കും നല്ലതാണ്ടോ. വൈറ്റമിൻ തർക്കത്തിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. താങ്ക് യു സോ മച്ച്.